യേശുവേ സ്തോത്രം. എൻ്റെ പേര് ജൂലിയറ്റ്. ഇതെൻ്റെ ഹസ്ബൻഡ് മാത്തുക്കുട്ടി. ഞങ്ങളുടെ പപ്പ. ഞങ്ങൾ കോട്ടയത്ത് നീണ്ടൂരിൽ നിന്നാണ് വരുന്നത്. ഞങ്ങളുടെ 2 കുഞ്ഞുങ്ങളുമായിട്ട് ഞങ്ങൾ ഹ്യൂസ്റ്റണിലാണ് സെറ്റിൽഡ് US-ൽ. അപ്പം ഞങ്ങളോട് പറയാൻ വന്ന സാക്ഷ്യം മെയിനായിട്ടും ആദ്യത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് ഞങ്ങളുടെ 2ാമത്തെ മോളാണ്. അവൾക്കിപ്പോൾ 7 മാസമായി. പ്രഗ്നൻസിയുടെ സമയത്ത് 4ാമത്തെ മാസം അവർ നമ്മുടെ ജെൻഡർ അറിയുന്നതിൻ്റെ കൂടെ തന്നെ ചെയ്യുന്ന ടെസ്റ്റിൽ ജനറ്റിക് ടെസ്റ്റ് ഉണ്ട്. ജനറൽ ബേസിക് ആയിട്ടുള്ള ജനറ്റിക് ടെസ്റ്റ് ചെയ്തപ്പോൾ ഞങ്ങളുടെ ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞു ഞങ്ങളുടെ ഈ മോൾക്ക് ഡൗൺ സിൻഡ്രോമിൻ്റെ ചെറിയൊരു ഇത് റിസൾട്ട് കാണിച്ചിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ് നമുക്കങ്ങനെ റിസ്ക് ഫാക്ടേഴ്സ് ഒന്നുമില്ല. കൂടുതലും അത് കാണുന്നത് 35 years 36 years എബവ് കൺസീവ് ആകുമ്പം അല്ലെങ്കിൽ ഫാമിലി ഹിസ്റ്ററി ഒക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിലാണ് കൂടുതലും അത് കാണുന്നത്. പക്ഷേ എനിക്ക് 28 years ഉള്ളൂ. അതുകൂടാതെ തന്നെ ഞങ്ങളുടെ ഫാമിലിയിൽ, എൻ്റെ ഫാമിലിയിലും ഹസ്ബൻഡിൻ്റെ ഫാമിലിയിലും അങ്ങനെ ഹിസ്റ്ററി ഓഫ് ഡൗൺ സിൻഡ്രോമോ അങ്ങനെ ജനറ്റിക് കണ്ടീഷൻസ് ഒന്നും ക്രോമോസോമൽ ഇഷ്യൂസ് ഒന്നും ആർക്കും ഉണ്ടായിട്ടില്ല. അപ്പം ഞങ്ങളിത് കേട്ടപ്പോൾ ഒത്തിരി വിഷമിച്ചു. അതുപോലെ തന്നെ ഞങ്ങൾ ഒത്തിരി സങ്കടപ്പെട്ടു. അപ്പം അന്ന് ഏകദേശം ജനുവരി 2023 ജനുവരി ഒരു 15-16 ഞങ്ങൾ ടെസ്റ്റ് ചെയ്തത്, ഈ റിസൾട്ട് അറിഞ്ഞത്. ഇതറിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ നാട്ടിൽ പപ്പ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നുണ്ടായിരുന്നു. അതുകൂടാതെ തന്നെ ഞങ്ങൾ അവിടെ വെച്ച് ഓൺലൈൻ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം പപ്പ എല്ലാ ഉടമ്പടിയുടെ എല്ലാ കാര്യങ്ങളും പ്രാർത്ഥനകളും തിരികത്തിച്ച് വെച്ചിട്ടുള്ള രാവിലത്തെയും ഈവനിങ് പ്രേയേഴ്സും അതുകൂടാതെ തന്നെ ബൈബിൾ വായിക്കുന്നതും പിന്നെ കാരുണ്യപ്രവൃത്തി, ഇവിടെ വന്നിട്ടുള്ള ധ്യാനം, അച്ഛൻ്റെ ധ്യാനം, അതുകൂടാതെ പത്രവിതരണം, കാരുണ്യപ്രവൃത്തി ഇതെല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു. അവിടെ വെച്ച് ഞങ്ങളും എല്ലാ ദിവസവും ചെയ്യുന്നുണ്ടായിരുന്നു. മാക്സിമം ഞങ്ങൾ എല്ലാ ദിവസവും ചെയ്യാൻ നോക്കും, രാവിലത്തെയും ഈവനിങ് പ്രേയേഴ്സും. പിന്നെ പ്രഗ്നൻസിയുടെ ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് ചിലപ്പം ഒരു നേരത്തെ ഫാസ്റ്റിങ് ഒക്കെ ചിലപ്പം വെനസ്ഡേയ്സും തേഴ്സ്ഡേയ്സും മിക്കപ്പോഴും ചെയ്യാൻ നോക്കും. പക്ഷേ ചില ദിവസങ്ങളൊക്കെ ചിലപ്പം വിട്ടുപോയിട്ടുണ്ട്. പക്ഷേ എന്നാലും ഞങ്ങൾ മാക്സിമം നമ്മൾ മാതാവിൻ്റെ ആ ഒരു റിക്വയർമെൻറ്റ് ഉടമ്പടിയിലുള്ള 6 റിക്വയർമെൻറ്റ്സ് മാക്സിമം ചെയ്യാൻ നോക്കും. ഇപ്പോൾ ജോലിക്ക് പോകുന്ന വഴിക്കോ അല്ലെങ്കിൽ തിരിച്ചു വരുമ്പം അച്ഛൻ്റെ ധ്യാനം കേൾക്കും, അത് ഷെയർ ചെയ്യും മാക്സിമം. അതുപോലെ തന്നെ ഓൺലൈനിൽ കിട്ടുന്ന പത്രം നമ്മൾ അത് ഷെയർ ചെയ്യും. അപ്പം ഞങ്ങൾ ഒത്തിരി അധികം വിഷമിച്ചു. അവിടെ നമുക്ക് 5 months ജെൻഡർ അറിയാം. അപ്പോൾ പെൺകുട്ടിയാണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ നമുക്ക് ഈ ഒരു ഡൗൺ സിൻഡ്രോമും കൂടി ഉണ്ടെങ്കിൽ നമ്മളെങ്ങനെ സമൂഹം അതെങ്ങനെ നോക്കിക്കാണും, നമ്മുടെ ഫാമിലിയിൽ നമ്മളതെങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യും, സോഷ്യലായിട്ടുള്ള ഒരു ആങ്സൈറ്റി ഞങ്ങളിൽ ഉണ്ടായിരുന്നു. വളരെയധികം പേടി ഉണ്ടായിരുന്നു, ഒത്തിരി വിഷമവും. എല്ലാ ദിവസവും നമുക്ക് അതൊരു മനപ്രയാസമായിരുന്നു, ഭയങ്കര സങ്കടമായിരുന്നു. അപ്പം ഉടമ്പടി എടുത്ത് നമ്മളത് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പം ഉടമ്പടി എടുത്തത് ഞാൻ ഓൺലൈൻ വഴി ഉടമ്പടി എടുത്തത് ജനുവരി 26 എടുത്തത്. അപ്പം എടുത്തു കഴിഞ്ഞ് ഒരു 2 weeks ഒക്കെ കഴിഞ്ഞപ്പം ഞങ്ങളുടെ അവിടുത്തെ OBG ഡോക്ടറും പറഞ്ഞു നമുക്ക് ഒരു ഫർദർ ആയിട്ടുള്ള ഒരു ജനറ്റിക് ടെസ്റ്റിംഗ് ചെയ്യാം. ആ ടെസ്റ്റ് കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ടെസ്റ്റാണ്. അത് എത്ര ശതമാനം ഓരോ ക്രോമോസോമൽ അനോമലി എന്തുമാത്രം ഉണ്ട് എന്ന് നമുക്ക് കുറച്ചുകൂടെ കാണാൻ പറ്റും. 100% ആക്യുറേറ്റ് അല്ല, പക്ഷേ ഒരു 98-99% ആണെങ്കിൽ നമ്മൾ ഓക്കെ ആണ് എന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ ആ ടെസ്റ്റിങ് ചെയ്തു. ഉടമ്പടി എടുത്തു കഴിഞ്ഞ് 2 weeks കഴിഞ്ഞ് ആ ടെസ്റ്റ് ചെയ്തു. ഒരു 2 weeks കഴിഞ്ഞപ്പോൾ ആ ടെസ്റ്റ് റിസൾട്ട് വന്നു. ഇതിനുള്ളിൽ ഞങ്ങൾ കോട്ടയത്ത് കാരിത്താസ് ഹോസ്പിറ്റലിൽ ഞങ്ങൾക്ക് വളരെ പരിചയമുള്ള ഒരു ഒബ്സ്റ്റട്രിഷ്യൻ ഉണ്ട്, ഡോക്ടർ ഹരീഷ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ സാറിൻ്റെ അടുത്ത് ഞങ്ങൾ ചോദിച്ചപ്പം ആ ടെസ്റ്റിൻ്റെ റിസൾട്ട് എൻ്റെ മുന്നോട്ട് പൊക്കോളാൻ തന്നെ പറഞ്ഞു. അപ്പോൾ നമ്മൾ ആ ടെസ്റ്റ് ചെയ്തു, 98% നെഗറ്റീവ് ആണ് എന്നുള്ള ഒരു റിസൾട്ട് വന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമായി. കാരണം 2 weeks ആയതേ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങൾ ഉടമ്പടി സ്റ്റാർട്ട് ചെയ്തിട്ട്. അതിനോടകം തന്നെ 98% നെഗറ്റീവ് ആണെന്ന് പറയുമ്പം നമുക്ക് ഡോക്ടർ കുഞ്ഞിന് അപ്പോൾ ആ ഇഷ്യൂസ് ഒന്നും ഇല്ല എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ വിശ്വാസം മുന്നോട്ട് പോയത്. പക്ഷേ എന്നാലും നമ്മുടെ 100% നമുക്ക് ഒരു ഇത് വരണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ നമ്മൾ എൻ്റെ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് ടെസ്റ്റിംഗ് ആസ്പിറേഷൻ ചെയ്യണം, അല്ലെങ്കിൽ കുഞ്ഞുണ്ടാകുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. അപ്പം അമ്നിയോട്ടിക് ഫ്ലൂയിഡ് ടെസ്റ്റിംഗ് എന്ന് പറയുമ്പം അത് അത്രയും ഏർലി സ്റ്റേജിൽ 4 or 5 months അത് റിസ്ക് എന്ന് പറഞ്ഞാൽ മിസ്കാരേജ് അല്ലെങ്കിൽ അബോർഷന് റിസ്ക് ഉണ്ട് കുട്ടിക്ക്. അപ്പം അത് കാരണം ഞങ്ങളത് ചെയ്യേണ്ട, ഞങ്ങൾ പൂർണ്ണമായിട്ടും വിശ്വസിച്ച് കൊച്ചിന് കുഴപ്പങ്ങളൊന്നുമില്ല, നമുക്ക് മാതാവിൻ്റെ ഉടമ്പടി 3 മാസം കണ്ടിന്യൂ ചെയ്ത് പ്രാർത്ഥിക്കുക എന്നുള്ള രീതിയിൽ ഞങ്ങൾ നാട്ടിലും പപ്പായും അതുപോലെ എൻ്റെ പേരൻസും ഒത്തിരി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളും ഓൺലൈൻ വഴി ഉടമ്പടി എടുത്ത് കണ്ടിന്യൂ ചെയ്തു. പിന്നെ ഉടമ്പടി തൈലം ഞങ്ങൾ എല്ലാ ദിവസവും പ്രഗ്നൻസിയുടെ സമയത്ത് ഞാൻ പ്രഗ്നൻ്റ് ആയിരിക്കും എൻ്റെ വയറിലും നെറ്റിയിലും തൂക്കുമായിരുന്നു. അതുപോലെ തന്നെ ഞങ്ങളുടെ കയ്യിൽ എപ്പോഴും മാതാവിൻ്റെ കാശിരൂപം ഞങ്ങൾ എപ്പോഴും എവിടെ പോയാലും ഞങ്ങൾ സൂക്ഷിക്കുമായിരുന്നെങ്കിൽ ഞങ്ങളുടെ ബാഗിനകത്ത്, ഞങ്ങളുടെ പേഴ്സിലോ അല്ലെങ്കിൽ വണ്ടിയിൽ ഞങ്ങളുടെ കമ്പാർട്ട്മെൻറ്റിലൊക്കെ ഞങ്ങൾ സൂക്ഷിക്കുമായിരുന്നു. അതുപോലെ തന്നെ ഉപ്പ് നമ്മൾ യൂസ് ചെയ്യുമായിരുന്നു കുക്ക് ചെയ്യുന്ന സമയത്തൊക്കെ. ഭക്ഷണം കൊടുക്കുന്ന സമയത്തൊക്കെ കുഞ്ഞിന് ഭക്ഷണം കൊടുക്കുന്ന സമയത്തൊക്കെ ഞങ്ങൾ ഉപ്പും യൂസ് ചെയ്യും. അങ്ങനെ ഞങ്ങൾ ഇവിടെ ഉടമ്പടിയുടെ സംബന്ധമായിട്ടുള്ള എല്ലാ വസ്തുക്കളും നമ്മൾ യൂസ് ചെയ്യുമായിരുന്നു. അവസാനം ജൂൺ 13 കുഞ്ഞുണ്ടായപ്പം നമുക്ക് മനസ്സിലായി കുഞ്ഞിന് യാതൊരു രീതിയിലുള്ള ഡൗൺ സിൻഡ്രോമിൻ്റെ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് അങ്ങനെയൊന്നുമില്ല. കാരണം വളരെ എവിഡൻ്റ് ആയിട്ട് നമുക്ക് കാണാം
എന്തെങ്കിലും ഫേഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ വ്യത്യാസം ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ കിഡ്നി, ലിവർ, ഹാർട്ട് ഇതിനൊക്കെ ഇഷ്യൂസ് വരും ഈ അസുഖമുണ്ടെങ്കിൽ. പക്ഷേ ഞങ്ങളുടെ ഡോക്ടേഴ്സും നോക്കിയപ്പം കുഴപ്പങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ നമുക്ക് ഇതാണ് മോളുടെ പേര് ഞങ്ങൾ മറിയം എന്നാണ് ഇട്ടത്, മറിയം ടെസ. മോളെ അവൾക്ക് ഒരു കുഴപ്പമില്ലാത്ത രീതിയിലാണ് യാതൊരു കുഴപ്പങ്ങളും ഇല്ലാത്തൊരു കുഞ്ഞിനെ ഞങ്ങൾക്ക് വളരെ നോർമലായിട്ടുള്ള പ്രഗ്നൻസിയിലൂടെ ഞങ്ങൾക്ക് തന്നത് മാതാവിൻ്റെ ഉടമ്പടിയുടെ ഈ ഒരു പ്രാർത്ഥനയിലൂടെ മാത്രമാണ് പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഇതാണ് ഞങ്ങളുടെ മോൻ ഗബ്രിയേൽ. അവന് ഉണ്ടായപ്പം ചെറിയ ചെറിയ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതും ഞങ്ങൾ എപ്പോഴും സമർപ്പിച്ച് ഉടമ്പടിയിൽ അവൻ ഒത്തിരി വെയിറ്റ് കുറവായിരുന്നു, സാധാരണ കുഞ്ഞുങ്ങളെക്കാരും ഒത്തിരി വെയിറ്റ് കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഉടമ്പടിയിൽ ആ 2 കുഞ്ഞുങ്ങളെയും എപ്പോഴും സമർപ്പിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. ഇതുവരെ അങ്ങനെ വേറെ ഒരു കുഴപ്പങ്ങളും നമുക്ക് ഇതുവരെ വന്നിട്ടില്ല. മാതാവിൻ്റെയും ഈശോയുടെയും വലിയൊരു അനുഗ്രഹമാണ് ഞങ്ങൾക്ക്. ഈ ഒരു വലിയൊരു സങ്കടം തന്നെയായിരുന്നു ഞങ്ങൾക്ക്. എന്തെങ്കിലും മെയിനായിട്ടുള്ള നമ്മുടെ സങ്കടം എന്ന് വെച്ചാൽ സോഷ്യലായിട്ട് നമ്മളെങ്ങനെ നോക്കിക്കാണും, നമ്മൾ ഈ കുഞ്ഞിനെ പെൺകുട്ടിയാണ്, അതിൻ്റെ ഭാവി ജീവിതം എങ്ങനെയാണ് എന്നൊക്കെ ഓർത്ത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ മാതാവ് അതെല്ലാം മാറ്റി തന്നു, ഉടമ്പടി പ്രാർത്ഥനയിലൂടെ അതെല്ലാം മാറ്റി തന്നു. അതുകൂടാതെ രണ്ടാമത്തെ ഒരു സാക്ഷി എന്ന് പറയുന്നത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ബ്രദറിൻ്റെ കല്യാണം ഒത്തിരി നാളുകളായിട്ട്, അത് ഏകദേശം ഒരു 1.5 year ആയിട്ട് നമ്മൾ ഇങ്ങനെ ഒത്തിരി ആലോചനകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു. പക്ഷേ അത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും നടക്കുന്നില്ല. ചിലപ്പം നമ്മൾ ആലോചനയായിട്ട് വരും, പ്രപ്പോസലായിട്ട് വരുന്നത് ചിലപ്പോൾ ശരിയാവത്തില്ല, അല്ലെങ്കിൽ പ്രപ്പോസലായിട്ട് വരുന്നത് നമുക്ക് ഫിറ്റാകാത്ത രീതിയിലായിരിക്കും. അങ്ങനെ അവസാനം പപ്പ ഉടമ്പടി എടുത്ത് ഡേറ്റ് വെച്ച് പ്രാർത്ഥിച്ചു. 2024 ജനുവരിയിൽ കല്യാണം നടക്കണം എന്നുള്ള രീതിയിൽ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. ജനുവരി 8 കല്യാണം നടന്നു. അവിടെ തന്നെ US തന്നെ സെറ്റിൽ ആയിട്ടുള്ളൊരു പെൺകുട്ടിയാണ്. കല്യാണം നടന്നു. അതുകൂടാതെ തന്നെ എൻ്റെ ബ്രദറിൻ്റെ കല്യാണത്തിന് ഞങ്ങൾ നാട്ടിൽ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്തോടു കൂടി തന്നെ ഈ കല്യാണം നടക്കണം എന്നുള്ളൊരു പ്രാർത്ഥനയിലും ഉടമ്പടിയിലുണ്ടായിരുന്നു. അങ്ങനെ 2 കല്യാണങ്ങളും നല്ല രീതിയിൽ നല്ല ഭംഗിയായിട്ട് നടന്നു. 2 വർഷമായിട്ട് 1 to 2 years ആയിട്ട് കല്യാണങ്ങൾ അങ്ങനെ ശരിയാകുന്നില്ലായിരുന്നു. അവസാനം അത് ഈ മിനിഞ്ഞാന്ന് ജനുവരി 8 ആയിരുന്നു കല്യാണം. എൻ്റെ ബ്രദറിൻ്റെ ജനുവരി 3. അപ്പം രണ്ടും നല്ല രീതിയിൽ നന്നായിട്ട് നടന്നുപോയി. എല്ലാവരും ഹാപ്പി ആയിട്ട്. മാതാവിൻ്റെ വലിയൊരു അനുഗ്രഹമാണ്, ഈശോയുടെ വലിയൊരു അനുഗ്രഹമാണ് ഉടമ്പടി പ്രാർത്ഥനയിലൂടെയാണെന്ന് സാധിച്ചത്. പിന്നെ മൂന്നാമത്തെ ഒരു സാക്ഷ്യം എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ 2 നേഴ്സസാണ്. ഹ്യൂസ്റ്റണിൽ ഞങ്ങൾ വർക്ക് ചെയ്യുന്ന നേഴ്സസായിട്ടാണ്. ഞാൻ PG ചെയ്യുന്നുണ്ട്. എൻ്റെ നഴ്സിങ്ങിൻ്റെ മാസ്റ്റേഴ്സ് ഇപ്പം പെർസ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഓൾമോസ്റ്റ് 2 years ആയി. എനിക്കൊരു കുറച്ച് 1 year കൂടെ ഉള്ളൂ. അപ്പം ഒരു ക്ലാസ് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള ഫാർമക്കോളജി എന്ന് പറയുന്ന ഒരു ക്ലാസ്സാണ്. ഭയങ്കര ഡിഫിക്കൽട്ടാണ്. ക്ലാസ്സിൽ ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള ക്ലാസ്സാണ്. അപ്പം കോഴ്സിൽ ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള ക്ലാസ്സാണ്. അപ്പം ആ ക്ലാസ്സിൽ ഞാൻ ഓൾറെഡി മോൻ്റെ ഡെലിവറിയുടെ സമയത്ത് ഞാൻ ആ ക്ലാസ് എടുത്തതുകൊണ്ട് ഡെലിവറിയുടേതായിട്ടുള്ള അസ്വസ്ഥതകളുടെയും ബുദ്ധിമുട്ടുകളും കാരണം ഞാൻ ഉദ്ദേശിച്ച നല്ലൊരു മാർക്ക് കിട്ടാത്തതിനാൽ എനിക്ക് ഒന്നുകൂടെ ആ ക്ലാസ് എടുക്കേണ്ടി വന്നു. പക്ഷേ എൻ്റെ ആ ക്ലാസ് ലാസ്റ്റ് ഫൈനൽ ടൈമാണ് എടുക്കേണ്ടത്. ഈ ക്ലാസ് അന്നേരം ഞാൻ ഫെയിൽ ആയാൽ എനിക്ക് കംപ്ലീറ്റ്ലി ഈ കോഴ്സ് ഉപേക്ഷിക്കേണ്ടി വരും. കോളേജിൽ നിന്ന് അവരെന്നെ ഡിസ്മിസ് ചെയ്യും. ആ ഒരു അവസ്ഥയിലെത്തി. അപ്പോൾ ആ അവസ്ഥയിലെത്തി. അപ്പം എന്ത് വില കൊടുത്തും എനിക്ക് ആ ക്ലാസ്സിന് ഒന്നുകിൽ ഒരു നല്ലൊരു സ്കോർ കിട്ടണം കണ്ടിന്യൂ ചെയ്തു പോകാൻ. എന്നെ മറ്റൊരു കോളേജിൽ അവർ അഡ്മിറ്റ് ചെയ്യത്തില്ല. ബിക്കോസ് ഓൾറെഡി ഞാൻ ഇത്രയും ഇവിടെ ഈ ഒരു കോളേജ് കഴിഞ്ഞതുകൊണ്ട് വീണ്ടും ഞാൻ ആദ്യം തൊട്ടേ പൈസ എല്ലാം മുടക്കി വീണ്ടും ഞാൻ ആ കോഴ്സ് വേറൊരു കോളേജിൽ എടുക്കണം. അപ്പം എനിക്കത് ഭയങ്കര സങ്കടമായിരുന്നു. എങ്ങനെയെങ്കിലും ഈ ക്ലാസ്സിലൊന്ന് കംപ്ലീറ്റ് ചെയ്ത് പോകണം. ഒന്നെങ്കിൽ അവരെന്നെ പിരിച്ചുവിടും, അല്ലെങ്കിൽ ഞാൻ വേറെ കോളേജിൽ ജോയിൻ ചെയ്യണം. അപ്പോൾ രണ്ടും എനിക്ക് പറ്റത്തില്ല. കാരണം ഒത്തിരി ഫിനാൻഷ്യലായിട്ടുള്ള ഒരു ബേർഡനാണ് ഇപ്പം അവിടെ പുറത്തോട്ടൊക്കെ നമ്മളിത് പഠിക്കുക എന്ന് പറയുമ്പോൾ. പിന്നെയും നമ്മൾ ഒന്നുകൂടെ ലോൺ എടുത്ത് ഓൾമോസ്റ്റ് $60,000 $55,000 ലോണൊക്കെ എടുത്തിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. വീണ്ടും നമ്മൾ വേറൊരു കോളേജിൽ ഇത്രയും തന്നെ ലോൺ എടുക്കുമ്പോൾ അത് നമ്മൾ ഭയങ്കര ഒരു സ്ട്രഗിളാണ്. അപ്പോൾ ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചു. മോളെ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് തന്നെ ഈ മോളുടെ ഡൗൺ സിൻഡ്രോമിൻ്റെ ഇഷ്യൂ വന്നപ്പം ആ ഉടമ്പടിയുടെ കൂടെ തന്നെ ഞാൻ ഇതും പ്രാർത്ഥിച്ചു. ഈ ക്ലാസ് എടുക്കുമ്പോൾ ഈശോയെ മാതാവേ, എനിക്ക് ഈ ക്ലാസ് എങ്ങനെയാലും ഒന്ന് കരകയറ്റി തരണം, അതൊന്ന് പൂർത്തിയാക്കണം. കുറച്ച് ക്ലാസ്സും കൂടെ ഉള്ളൂ എനിക്കിത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്, ഡിഗ്രി കിട്ടാനായിട്ട്. എനിക്കത് പകുതിക്ക് വെച്ചിട്ട് പോകാനും എനിക്കൊരു ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എൻ്റെ ഫാമിലിക്ക് എല്ലാവർക്കും ഭയങ്കര ആഗ്രഹമായിരുന്നു ഈ ഒരു ഡിഗ്രി എനിക്ക് കിട്ടുക എന്നുള്ളത്. അപ്പം അത് ഈ ഡിസംബർ 8 ആയിരുന്നു എക്സാം. 95% എനിക്ക് മാർക്ക് കിട്ടണം, എനിക്ക് മുമ്പോട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ, ആ ക്ലാസ്സിലേക്ക് കോഴ്സിൽ മുമ്പോട്ട് പോകണമെന്നുണ്ടെങ്കിൽ. പക്ഷേ എനിക്ക് 75 കിട്ടിയുള്ളൂ. അപ്പം ഞാൻ ഓർത്തു, മാതാവേ കുഴപ്പമില്ല. ഞാൻ എക്സാമിന് പോയ സമയത്ത് കാശി രൂപവും എൻ്റെ കയ്യിൽ വെച്ചു. മാതാവിൻ്റെ ഉടമ്പടിയിലെ കാശി രൂപവും എൻ്റെ കൈ വെച്ചിട്ട് തൈലം കൊണ്ട് എൻ്റെ ലാപ്ടോപ്പിൻ്റെ 4 സൈഡിലും ഞാൻ കുരിശ് വരച്ച്, അതുപോലെ തന്നെ പഠിക്കുന്ന സമയത്തൊക്കെ മാതാവിൻ്റെ രൂപമൊക്കെ എൻ്റെ കൈ വെച്ചോണ്ട് ഞാൻ പഠിച്ചത്. അപ്പം ഞാൻ പറഞ്ഞു, ഈശോയെ ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചു, നിന്നെ ഞാൻ കൂട്ടുപിടിച്ച് പഠിച്ചു, അപ്പം നീ എനിക്ക് 75 തന്നു, കുഴപ്പമില്ല, നിനക്ക് മറ്റൊരു പദ്ധതി ഉണ്ടായിരിക്കും എന്ന് ഞാൻ ഉറച്ച് വിശ്വസിച്ച് തന്നെ മുമ്പോട്ട് പോയി. പക്ഷേ അത്ഭുതം എന്ന് പറഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞപ്പം എനിക്കൊരു ഇമെയിൽ വന്നു, കുഴപ്പമില്ല,
സാധാരണഗതിയിൽ അവർ ഈ ക്ലാസ് ഒന്നുകൂടെ ചെയ്യും. പക്ഷേ എന്നോട് പറഞ്ഞു ഇത് നമുക്ക് കുഴപ്പമില്ല. എൻ്റെ അവിടുത്തെ മെയിൻ അഡ്മിനിസ്ട്രേറ്റർ എനിക്ക് മെസ്സേജ് അയച്ചു, ഇത് കുഴപ്പമില്ല, നമുക്കിത് കണ്ടിന്യൂ ചെയ്യാം, ഈ ക്ലാസ് എടുക്കുകയും വേണ്ട, എനിക്ക് മുന്നോട്ട് പഠിക്കാൻ വേറെ കുഴപ്പങ്ങളൊന്നുമില്ലാതെ നോർമലായിട്ട് തന്നെ പോകാം എന്നുള്ളൊരു ഇത് വന്നു. അത് സാധാരണഗതിയിൽ അവിടെ അങ്ങനെ നടക്കുന്നതല്ല. അപ്പം എനിക്ക് തോന്നുന്നത് മാതാവ് ഉടമ്പടി, ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു മാതാവ് എനിക്ക് വേണ്ടി തന്നെ ആ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് അവിടെ ചെയ്തതാണ്. അല്ലെങ്കിൽ ഇത്രയും പിന്നെയും 2 കുഞ്ഞുങ്ങളെ വെച്ച് ജോലിക്ക് പോയി വീട്ടിലെ കാര്യങ്ങളും എല്ലാം ചെയ്ത് നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം ഞാനത് പ്രത്യേകം വലിയൊരു അനുഗ്രഹമായിട്ട് കാണുന്നു. മാതാവിൻ്റെ ഈ 3 കാര്യങ്ങളാണ് മെയിനായിട്ടുള്ള സാക്ഷ്യത്തിനുള്ള കാര്യം. അപ്പം എല്ലാത്തിനും ഈശോയെ നന്ദി, ദൈവമേ സ്തുതി.